നമസ്തേ. ചേട്ടിപ്പോ നാളെയാണ് വഖഫ് ബോർഡ് വിഷയത്തിന്റെ ഒരു യോഗം നടക്കുന്നത്. എന്തെങ്കിലും പ്രതീക്ഷ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? പിണറായി വിജയൻ ആയതുകൊണ്ട് യാതൊരു പ്രതീക്ഷയുമില്ല. ഒരു കാര്യം അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെങ്കിൽ അത് ഇലക്ഷന് മുമ്പ് ചെയ്തു കൊടുത്തേനെ. കാരണം അത് അവർക്ക് വോട്ട് കിട്ടാനുള്ള ഒരു മാർഗമായി മാറി. ഇത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം 22-ാം തീയതി യോഗം വെക്കാൻ നേരത്ത് ഒരു പ്രതീക്ഷയും വേണ്ട. കാരണം ഒന്നും കിട്ടത്തില്ല. ഇല്ലെങ്കിൽ അവർക്ക് അത് ഇലക്ഷന് മുമ്പ് ഒരു യോഗം വെച്ച് ഇതിന് തീരുമാനമൊക്കെയായിരുന്നു. അങ്ങനെ തീരുമാനം ആയെങ്കിൽ ഞങ്ങളാണ് മുൻപത്താർക്ക് വേണ്ടി എന്തും ചെയ്തതെന്ന് മുഖ്യമന്ത്രിക്ക് തുറന്നു പറയായിരുന്നു. ഇതൊന്നും പറയാൻ പറ്റില്ല. ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് വേണ്ടി ഒരു യോഗം വെച്ചേക്കുന്നത്. അതൊന്നും ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉറപ്പ് തന്നെയാണത്. കാരണം ഈ വഖഫ് ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോണത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കണാണ്. ഇതില് യഥാർത്ഥത്തിൽ ഇപ്പോ ഇവിടെ ജനസഭ നടക്കുന്ന സമയത്ത് ജനൻ ടി വി നടത്തിയ ജനസഭയിൽ ഇവിടുത്തെ വഖഫ് ബോർഡിന് അനുകൂലമായിട്ട് സംസാരിക്കാൻ വന്ന വ്യക്തി പറഞ്ഞത് ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകൾ ആരും തന്നെ ഇവിടെ നിന്ന് ഒരാൾ പോലും ഇറങ്ങി പോകുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നില്ലെന്നാണ്. പക്ഷെ SDP-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അഷ്റഫ് മൗലവി പറഞ്ഞത് മുനമ്പത്തേത് വഖഫ് ബോർഡിന്റെ ഭൂമിയാണ്, അവിടെ താമസിക്കുന്നവർ ഇറങ്ങിയില്ലെങ്കിൽ കായികപരമായിട്ട് നേരിടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ആളുകൾ നല്ല തണ്ടും തടിയുള്ള നല്ല അസലായിട്ട് കടലിൽ പോയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെ പറഞ്ഞവരാണെങ്കിൽ ഒന്ന് വരട്ടെ, അപ്പൊ നമുക്ക് കാണാമല്ലോ. ആ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് മാത്രമേ ഇതിൽ അവസാനമായിട്ടുള്ള പ്രതീക്ഷയുള്ളൂ. കേന്ദ്ര സർക്കാരിലുള്ള കാരണം ഈ നിയമം ഭേദഗതി ചെയ്യാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. ഇനിയും ഇപ്പൊ ഇവിടുത്തെ മുൻപത്താര് രക്ഷപ്പെട്ടു പോയെങ്കിൽ അടുത്ത പല സ്ഥലങ്ങളിൽ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭേദഗതി ചെയ്യാന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഈ വഖഫ് ബോർഡ് വിഷയമൊക്കെ അവിടെ ആഞ്ഞടിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ സംശയമില്ലാത്ത കേസല്ലേ അത്. നമ്മൾ പലത് കാണുന്നുണ്ട്, നേരിട്ട് പലരോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ അനുസരിച്ച് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടുത്തെ ഭൂരിപക്ഷം ക്രിസ്ത്യൻസ് ഈ മുനമ്പം വിഷയത്തിൽ, കാരണം പാലക്കാടുള്ള അവിടുത്തെ ഒരു അച്ഛൻ വന്നിട്ട് ഇവിടെ കൃത്യമായിട്ട് ഓപ്പണായിട്ട് പറഞ്ഞു നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ആയിരിക്കാണെന്ന് കൃത്യമായിട്ട് ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇടതിനും വലതിനും അല്ല മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ വ്യക്തമായിട്ട് ആയിരിക്കാണെന്ന്. അത് പാലക്കാടെന്ന് വന്ന ആ ബിഷപ്പ് വരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പാലക്കാട് അത് BJP അനുകൂലമായിട്ട് തന്നെ വരും. അത് ഈ മുനമ്പത്തുകാർക്ക് വേണ്ടി തന്നെയാണ് ആ വോട്ട്. കാരണം ഈ വഖഫ് നിയമം ഈ വിഷയം ഈ മുനമ്പത്ത് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി നിന്ന് സപ്പോർട്ടായിട്ട് നിന്ന് BJP ആയതുകൊണ്ട് തന്നെ പാലക്കാട് BJP ഈ ഒരു കാര്യത്തിൽ ജയിക്കാനാണ് സാധ്യത. ഇവിടുത്തെ ജനങ്ങൾ ഈ ഒരു വിഷയത്തിൽ അവർക്ക് ഇപ്പോൾ ഒരു ഭയമുണ്ടോ? ഈ ഒരു ഇറങ്ങി പോകേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥ? അല്ല, അങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളൊന്നുമല്ല ഇവിടുത്തെ ആളുകൾ. കാരണം അത്ര സ്ട്രോങ് ആയിട്ടാണ് അവർ ഈ സമരം നടത്തുന്നത്. ഇവിടെ അങ്ങനെ ഇറക്കി വിട്ടാൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആളുകൾ കൃത്യമായിട്ട് അറിയാം. അത് നമ്മളിവിടെ ഈ സമരമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവരുടെയൊക്കെ ആ മനോഭാവം ഈ സമരത്തിന് എന്ത് വില കൊടുത്തും ഈ ഭൂമി സംരക്ഷിക്കും എന്നുള്ള നിലയിലാണ് അവർ പറയണത്. അവരുടെ പ്രവൃത്തി അങ്ങനെ തന്നെയാണ്. ഇത് സിമ്പിളായിട്ട് ഒരു കൈകാര്യം ചെയ്ത് പോകും. സിമ്പിളായിട്ട് കൈകാര്യം ചെയ്ത ആൾക്കാരാണ് മുനമ്പത്തുകാർ, സംശയമില്ല. നമസ്കാരം. പാലക്കാട് ഇത്തവണ പ്രതീക്ഷ അത് അവസാന നിമിഷം കൈവിടുമോ? ഇല്ല, ഒരിക്കലും കൈവിടില്ല. ഈ പ്രാവശ്യം എന്തായാലും കൃഷ്ണമാരാട്ടം ജയിക്കും. കാരണം ഇപ്പൊ കാലുമാറി പോയവർ തന്നെ ഏറ്റവും വലിയൊരു കാരണമാണ്. സാധാരണ ജനങ്ങളിടയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരൊരു റെസ്പോൺസ് എങ്ങനെയാണ്? റെസ്പോൺസ് ഇപ്രാവശ്യം എന്തായാലും ജയിക്കുന്ന തന്നെയാണ്. ചെയ്യും, പറയല്ല ചെയ്യും, ഉറപ്പ്. അടിപൊളിയാ, എല്ലാ മേഖലയിലും സാധിച്ചു. പ്രവർത്തനങ്ങളൊക്കെ ഇപ്രാവശ്യം കൂടുതലാണ്. എന്തായാലും ജയിക്കും തന്നെയാണ്. ജയിക്കുമെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? എല്ലാ വർഷവും ഇതുപോലെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇതിന് ഈ പ്രാവശ്യം കൂടുതൽ പ്രവർത്തനവും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് രണ്ടു പാർട്ടിക്കാരെ കൊണ്ട് ഉപകാരമില്ലെന്ന്. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം BJPക്ക് കൊടുക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രധാനമായിട്ട് BJP അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിടയിലേക്ക് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? വോട്ട് BJPക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളൊരു ആശയം മുന്നോട്ട് വെക്കില്ല. അതെന്താ? ആശയങ്ങൾ മോദിജിയുടെ എല്ലാ ഉപകാരങ്ങളും ആൾക്കാർ ഉപയോഗിക്കണ്ടല്ലോ. അപ്പൊ ആ ഉപയോഗം അവർക്ക് മനസ്സിലാവല്ലോ. മോദിജിയുടെ കാരണമാണ് ലൈഫ് ലൈനിൽ വീട് കിട്ടുന്നതും പിന്നെ സുകന്യ സമൃദ്ധി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും. അപ്പൊ അവരെന്തായാലും ഇപ്രാവശ്യം BJPക്ക് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമസ്തേ. മഹിളാ മോർച്ചയുടെ പ്രവർത്തനം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു? സജീവമായിരുന്നു? തൃശ്ശൂരിനെ പോലെ വലിയ ഒരു മാറ്റത്തിനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ടോ? തീർച്ചയായിട്ടും മഹിളാ മോർച്ച മാത്രമല്ല, മഹിളാ പ്രവർത്തകരെല്ലാവരും തന്നെ നമ്മുടെ പ്രവർത്തകരുടെയൊക്കെ അമ്മമാര് സഹോദരങ്ങളടക്കം ഇത്തവണ പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കത്തിലാണ്. 3-4 മാസമായി എല്ലാവരും സജീവമായി ബൂത്തിൽ പ്രവർത്തനത്തിലുണ്ട്. മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. കോങ്ങാട് മണ്ഡലത്തിന്റെ BJPയുടെ പ്രസിഡന്റാണ്. ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ വട്ടവും അവസാന ഘട്ടം എത്തുന്ന സമയത്ത് പാലക്കാട് BJPക്ക് അടിപതറുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇത്തവണ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? ഇത്തവണ പഴുതടച്ചിട്ടുള്ള സംഘടനാ പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്.
5-6 മാസം മുതലേ തന്നെ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവല് ക്ലിയർ ആക്കി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ മാക്സിമം നമ്മുടെ വർക്കിന്റെ അങ്ങേയറ്റം നമ്മൾ താഴെത്തട്ടിൽ വരെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആരോപണങ്ങളായിട്ട് LDF UDF BJPക്ക് എതിരെ വരുന്നുണ്ട്. അത് BJPയുടെ വിജയിക്കുമെന്നുള്ള ഒരു സാധ്യത ഉള്ളതിന്റെ പേരിലാണ്. അതെന്താ സംശയം? അത് തന്നെയാണ് സംശയം. ഞങ്ങൾ ജയിക്കും എന്നുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പം അവർക്ക് നമ്മുടെ മേലിൽ പല പല കുറ്റങ്ങളും ചാരാനല്ലേ സാധിക്കുള്ളൂ. വഖഫ് ബോർഡിന്റെ വിഷയമെല്ലാം പൊതുസമൂഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്താനായിട്ട് നിങ്ങളെപ്പോലുള്ള സംഘടനയുടെ കാര്യകർത്താക്കൾക്ക് സാധിച്ചിട്ടുണ്ട്? ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബൂത്തിൽ ഓരോ വീടുകളിലും വഖഫ് ബോർഡിന്റെ വിഷയം വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ പാലക്കാട് CPMന്റെ ഒരുപാട് ശക്തി കേന്ദ്രങ്ങളുണ്ട്, പാർട്ടി ഗ്രാമങ്ങളുണ്ട്. അവിടെയെല്ലാം പോയി സമ്പർക്കം നടത്തുന്ന സമയത്ത് എന്താണ് നിലവിൽ അവരുടെ പ്രതികരണങ്ങൾ എന്താണ്? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ CPMന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിരിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്തെങ്കിലും മാറ്റമുണ്ടാകും? വർഷങ്ങളായി CPMൽ വോട്ട് ചെയ്തിരുന്ന ജനങ്ങളുടെ അവസ്ഥ പറഞ്ഞാൽ വീടില്ല, ടോയ്ലറ്റ് പോലും ഇല്ലാത്ത വീടുകളാണ് നമ്മൾ മാത്തൂര് കണ്ണാടി പഞ്ചായത്തിൽ. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും, ടോയ്ലറ്റ് പോലും ഇല്ല. അപ്പൊ ഇത്രയും വർഷം അവർക്ക് വോട്ട് ചെയ്തിട്ട് അവർക്ക് ഉള്ളുകൊണ്ട് നല്ല വേദനയുണ്ട്. ഇത്തവണ എല്ലാം ഒരു മാറ്റം അവർ ഉള്ളുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച് തന്നെയാണ് ഇത്തവണ നമ്മുടെ പ്രവർത്തനത്തിൽ നമുക്ക് കിട്ടിയ അനുഭവം. CPMന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ചെങ്കോട്ട എന്ന് പറഞ്ഞിരുന്ന ഈ പറയുന്ന ഈ കണ്ണാടി പഞ്ചായത്ത് അത് ഈ പ്രാവശ്യം തകർക്കാൻ പറ്റുമോ? താമര വിരിയിക്കാൻ പറ്റുമോ ആ ഒരു പ്രദേശങ്ങളിൽ? തീർച്ചയായിട്ടും 100% താമര വിരിയിച്ചിരിക്കും. പാലക്കാട് താമര വിരിയും, ഉറപ്പാണ്. നമസ്കാരം. നാളെ ഇപ്പോ ഈ വഖഫ് ബോർഡ് വിഷയത്തിൽ ചർച്ച നടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ നിങ്ങൾക്ക്? പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് മത്സ്യത്തൊഴിലാളി ജനതയ്ക്ക് വേണ്ടി നല്ലൊരു നീതിയുടെ സ്വരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ലല്ലോ. അല്ലല്ല, മത്സ്യത്തൊഴിലാളി മാത്രം പ്രശ്നമല്ല. പക്ഷെ ഭൂരിഭാഗവും മത്സ്യത്തൊഴിലാളികളാണല്ലോ ഇവിടെ ഉള്ളത്. പക്ഷേ ഈ മുഖ്യമന്ത്രിയാണെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഒരു മാക്സിമം ഇതിൽ ചെയ്യാൻ സാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതിലൊരു നിയമമായിട്ട് മാറിയിരിക്കുന്നതാണ് പാർലമെന്റിൽ. അപ്പൊ അത് പൂർണ്ണമായിട്ട് ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. പ്രതീക്ഷയുണ്ടോ കേന്ദ്ര സർക്കാർ? കേരള സർക്കാരിലും കേന്ദ്ര സർക്കാരിലും പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് ഒരുപോലെ പ്രതീക്ഷയുണ്ട്. കേരള സർക്കാരാണ് ഇപ്പോൾ നാളത്തെ ഒരു ഇത് ഞങ്ങൾ കേരള സർക്കാരിൽ തന്നെയാണ് പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. കേരള സർക്കാർ ഞങ്ങളെ വഞ്ചിക്കൂല എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഇത് ഒരു പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ അവര് തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ ഇതില് നിങ്ങൾക്കൊപ്പമാണെന്ന് പറയാനും തയ്യാറായിരുന്നില്ല. ഇവര് നിയമസഭയിൽ നിയമം പാസ്സാക്കി ഒരു പ്രത്യേക അതിനുവേണ്ടിയുള്ള ഒരു പ്രമേയം വഖഫ് ബോർഡിന് അനുകൂലമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു എതിർപ്പില്ല സർക്കാരിനോടും പ്രതിപക്ഷത്തോടും? അന്ന് നമ്മൾക്ക് എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ സമരമുഖത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് സമരം ലോകം ഏറ്റെടുത്തേക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും നടപടി എടുക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ, ഇപ്പോൾ പാലക്കാട് ഇലക്ഷനെ കഴിഞ്ഞിരിക്കുകയാണല്ലോ, ഈ വഖഫ് ബോർഡ് വിഷയത്തിൽ ജനങ്ങൾ വലിയ രീതിയിലൊരു പ്രതിഷേധം വോട്ടിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല, അത് റിസൾട്ട് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാലും അങ്ങനെ ഒരു കാഴ്ചപ്പാട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടില്ലേ ഈ വിഷയത്തിൽ നിങ്ങൾക്കൊപ്പമാണെന്നുള്ളതിന്റെ? ഞങ്ങൾക്കൊപ്പം പല വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ഒപ്പമാണെന്നുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോഴേ ഞങ്ങൾ അത് തീരുമാനിക്കുള്ളത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. പ്രതീക്ഷയുണ്ട് അല്ലെ ഈ വഖഫ് ബോർഡ് വിഷയം പരിഹരിക്കപ്പെടും? വഖഫ് ബോർഡ് വിഷയം എന്തായാലും പരിഹരിക്കപ്പെടും. നാളെ മുഖ്യമന്ത്രി ഞങ്ങളോട് നീതി കാണിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്.